എൻ്റെ പേര് ടോണി ബെഞ്ചമിൻ. ടോണി ബെഞ്ചോ RCRX എന്നൊക്കെ ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. ചെറിയൊരു RC പ്രാന്തനാണ്. സോ കുറച്ച് RC കാസ് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് കാസൊക്കെ ഉണ്ട്. കുറച്ച് പ്രൊഫഷണലായിട്ടുള്ള ഹോബി ഗ്രേഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി പെട്ട കാസാണ് കേട്ടോ നമ്മുടെ അടുത്തുള്ള. കുഞ്ഞു പിള്ളേർക്ക് കളിക്കുന്ന കളിപ്പാട്ടമല്ല, ഇത് വലിയ പിള്ളേർക്ക് കളിക്കുന്ന കളിപ്പാട്ടം. ഈ ഒരു ക്രേസ് ആക്ച്വലി ഞാനൊരു ബേസിക്കലി കെമിക്കൽ എഞ്ചിനീയറാണ്. ഞാൻ സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ ആ ടൈമിൽ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള നമ്മുടെ ആ ഒരു ജോലിയിൽ നിന്നും ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളിയാഴ്ചകളിൽ മാത്രം ചുമ്മാ ഒന്ന് ഇതുപോലത്തുള്ള 1-2 കാസൊക്കെ വെച്ചിട്ട് ക്രോൾ ചെയ്യുക, വെളിയിൽ പോയി ഓടിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് തുടങ്ങിയ പരിപാടിയാണ് ഇത് ആക്ച്വലി. അത് ഇങ്ങനെയൊന്നും ആവുമെന്ന് പ്രതീക്ഷ ചെയ്തതല്ല കേട്ടോ. ഇങ്ങനെ വീഡിയോയ്ക്കകത്തൂടെ വീഡിയോ കുറേ പേര് കാണുമെന്നോ ഇഷ്ടപ്പെടുമെന്നോ നമ്മൾ ആ ഒരു പാഷൻ ഒരു പ്രൊഫഷനിലേക്ക് പോകുന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല ഈ ഒരു RC കാർ ഫീൽഡിലേക്ക് വന്നു. പക്ഷേ ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വീട്ടിൽ ഭയങ്കര എതിർപ്പായിരുന്നു. അങ്ങനെ ഈ ഒരു ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പാണ് കേട്ടോ. ഭയങ്കര ഭീകര ഒരു സംഭവമൊന്നുമല്ല, ചെറിയൊരു സെറ്റപ്പാണ് ഇത്. കൊറോണ ടൈമിൽ നമുക്ക് ക്വാറൻറ്റൈൻ ഇരിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളൊക്കെ പുറത്തായിരുന്നു, ക്വാറൻറ്റൈൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ചെറിയ സെറ്റപ്പാണ്. അങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി. അങ്ങനെയാണ് ഞാൻ വീടിൻ്റെ മേളിലുള്ള ഈ ഒരു സെറ്റപ്പിലേക്ക് വന്നത്. ഇപ്പോൾ സപ്പോർട്ടാണ് കേട്ടോ. ഇപ്പോൾ അവരൊന്നും പറയാറില്ല. ഇപ്പോൾ നമുക്ക് സെയിൽസ് ഉണ്ട്, അതൊരു പ്രൊഫഷനിലേക്ക് മാറി, ചെറിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പം വലിയ പ്രശ്നമില്ല, ഇപ്പോൾ സപ്പോർട്ടാണ്. സോ ഇതാണ് ക്രോളർ എന്ന് പറയും. നമ്മുടെ യഥാർത്ഥ വണ്ടികൾ പോലെ തന്നെ ക്രോൾ ചെയ്യും. എല്ലാ സിസ്റ്റങ്ങളും കാര്യങ്ങളുള്ളൊരു നല്ല വലിയ സ്കെയിൽ വണ്ടിയാണ്. 1/6 സ്കെയിലാണ്, 6 സ്കെയിൽ വണ്ടിയാണ്. പിന്നെ ഫുള്ള് ഈ ബാക്ക് ഇതൊക്കെ അലുമിനിയമാണ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, 10-14 കിലോ വെയിറ്റ് ഉണ്ട് ഈ സാധനം. കോമ്പറ്റീഷൻ സ്പെക്കൊന്നും അല്ല, ഇതിങ്ങനെ ജസ്റ്റ് ഫ്രീ ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളൊരിതേ ഉള്ളൂ. കോമ്പറ്റീഷൻ സ്പെക്കൊന്നുമല്ല. ഇതിനകത്ത് നമുക്ക് സുഖമായിട്ടൊരു 10-15 കിലോ ഒക്കെ വെച്ച് സുഖമായിട്ട് വലിച്ചുകൊണ്ട് പോകാം. ഇതിനെ മേളിൽ ഇരുത്തി കൊണ്ടുപോകാം. അപ്പം ഞാൻ അത്യാവശ്യം പ്രഷർ കൊടുത്താലുണ്ടല്ലേ വണ്ടി പോകും. ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്നത് X-Max ആണ്. ട്രാക്സസിൻ്റെ X-Max ആണ് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടി. എന്താണെന്നറിയില്ല, വണ്ടിയോട് പ്രത്യേക ഒരു അഡിക്ഷനാണ്. കൂടുതൽ എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ കൂടുതൽ ഒതുങ്ങി നിൽക്കുന്നൊരു വണ്ടിയാണ് ഈ X-Max എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പണിത് നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ആ ഒരു വണ്ടിക്കകത്ത്. നമുക്ക് കോൺഫിഡൻ്റ് ആണ്. ഇപ്പോൾ വണ്ടി കത്തിപ്പോയാലും തന്നെ നമുക്ക് പണിതെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കോൺഫിഡൻസ് ആ വണ്ടിക്കകത്തുണ്ട്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള എല്ലാ RC പ്രാന്തന്മാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനം. X-Max എന്ന് പറയും. ട്രാക്സസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. 8S എന്ന് പറഞ്ഞ് നമ്മൾ 8 സെല്ല് ബാറ്ററിയിലാണ് ഓടുന്നത്. ഒരു 80 കിലോമീറ്റർ ടോപ്പ് സ്പീഡ് കിട്ടും. പക്ഷേ ടോപ്പ് സ്പീഡ് വലിയ കാര്യമില്ല, ഇപ്പോൾ സ്റ്റണ്ടാണ്. ഇതിപ്പോൾ RC പ്രാന്തന്മാരുടെയൊക്കെ ഒരു ഡ്രീം സാധനമാണിത്. കാര്യം ഒന്നാമതായ സൈസ്, പിന്നെ ഇത് മൊത്തം പ്ലാസ്റ്റിക്കാണ്. അത് ABS പ്ലാസ്റ്റിക്, ഫ്ലെക്സിബിളാണ്. പിന്നെ ആ സാധനങ്ങളൊക്കെ മേടിക്കാൻ ഭയങ്കര ചീപ്പാണ്. പിന്നെ വണ്ടി ഇതാണ് സാധനം. ഇതിപ്പോൾ നമ്മൾ വീലിയൊക്കെ അടിക്കാം കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ ഞാൻ നമുക്ക് തന്നെ സർവീസും എല്ലാം ഉണ്ടാവും. ഇപ്പം ഞാൻ സെല്ല് ചെയ്യുന്ന വണ്ടികളെല്ലാം ഹോബി ഗ്രേഡ്സ് സർവീസ് സ്പെയർസ് കിട്ടുന്ന വണ്ടികളാണ് സെല്ല് ചെയ്യുന്നത്. സോ അതിനെല്ലാം റിപ്പയർ ഞാൻ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ തന്നെ റിപ്പയറും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ എൻ്റെ തന്നെ വണ്ടികൾ റിപ്പയർ ചെയ്ത് പഠിച്ചതാണ് ഈ ഒരു സംഭവം. ഇതിൻ്റെ ടെക്നിക്കലും മെക്കാനിക്കലും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തം വണ്ടി റിപ്പയർ ചെയ്ത് പഠിച്ചതാണ് ആക്ച്വലി. ഇത് ട്രാക്സസിൻ്റെ ആപ്പാണ്. സോ വൺസ് നമ്മൾ ഈ വണ്ടിയായിട്ട് കണക്ട് ചെയ്യണം. നമുക്ക് ഇതാണ് നോർമലി ട്രാക്സിൻ്റെ റിമോട്ട് വരുന്നത്. സോ ഇത് കണ്ട, ഇതാണ് പ്രോഗ്രാം കാർഡ്, ഇതിൻ്റെ ഒരു കാർഡാണ്. സോ ഈ കാർഡ് ഇട്ടിട്ട് ഓണാക്കി നമ്മൾ ബ്ലൂടൂത്തിൽ നമ്മൾ കണക്ട് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ ഓരോരോ പാരാമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അഡ്രിനാലിൻ റഷ് എന്ന് പറഞ്ഞാൽ ഏത് വണ്ടി ഓടിക്കുമ്പോഴും എനിക്കത് കിട്ടുന്നുണ്ട് ആക്ച്വലി. അത് എന്താണെന്നറിയില്ല. ഏതൊരു കാർ, ഇപ്പോൾ X-Max ഓടിച്ചാലും നമുക്കൊരു ഡ്രിഫ്റ്റ് കാർ ഓടിച്ചാലും അത് നമ്മൾ ഈ ഒരു RCയോട് നമുക്ക് ആ ഒരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ, വൺസ് നമ്മൾ ഈ ഒരു റിമോട്ട് നമ്മൾ പ്രോപ്പർ ഒരു വണ്ടി എടുത്ത് നമ്മൾ ഈ ട്രിഗറിൽ നമ്മൾ ഈ ഒരു വിരൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഓരോ മൂവ്മെൻറ്റും നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്റ്റ് ആവും. ഇത് കണക്റ്റ് ആവും. അത് ഓടിച്ചവർക്കറിയാം. അതായത് ഒന്ന് തൊടുമ്പോൾ തന്നെ വണ്ടി മൂവ് ആവും. ക്വിക്ക് റെസ്പോൺസാണ്. ഈ ഒരു റെസ്പോൺസ് നമുക്ക് വണ്ടിക്കകത്ത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അഡ്രിനാലിൻ കയറും. പിന്നെ കുറച്ച് കൂട്ടുകാരുണ്ടെങ്കിൽ തീർന്നു. പിന്നെ അവന്മാരുമായിട്ട് പൊളിച്ചടുക്കാനേ നമുക്ക് എപ്പോഴും തോന്നത്തുള്ളൂ. റിയൽ വണ്ടിയായിട്ട് നമ്മുടെ ക്രോളേഴ്സ് എന്ന് പറയും. അതായത് നമ്മൾ 4x4 ഓഫ് റോഡ് ഓടിക്കുന്ന ക്രോളേഴ്സ് ഉണ്ട്. സോ ഈ ക്രോളേഴ്സിനകത്തുള്ള സെയിം മെക്കാനിസം തന്നെയാണ് റിയൽ വണ്ടിക്കകത്തും.
സോ നമ്മളിപ്പോൾ ക്രോളി ചെയ്യുന്ന സമയത്ത്, ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് കുറേ ടെക്നിക്സ് ഉണ്ടാവും. നമ്മൾ എവിടെയാണ് ടയർ കൊണ്ട് വെക്കുക, ട്രാക്ഷൻ കിട്ടുക, ഏത് പോയിന്റ് വെച്ചിട്ട് നമുക്ക് കയറാൻ പറ്റുക, ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. സോ ഈ ഒരു ക്രോളർ, പ്രോപ്പർ ഒറിജിനൽ ഹോബി ഗ്രേഡ് ക്രോള് ചെയ്യുന്ന ഒരാൾക്ക് റിയൽ വണ്ടിക്കകത്ത് ഓടിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഒരിക്കലും ഞാൻ ഇത് രണ്ടും ഒന്നാന്നല്ല പറയുന്നത്, പക്ഷേ കുറേ ഐഡിയാസ് കിട്ടും നമ്മൾ ഈ സാധനം ക്രോൾ ചെയ്യുന്ന ടൈമിൽ, ക്രോളേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ബഗ്ഗി റേസിനൊക്കെ ഓടുന്ന ടൈമിലെന്ന് വെച്ചാൽ നമ്മുടെ മെൻ്റലി നമ്മൾ ഫിറ്റായിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വണ്ടി പോകണം. ത്രോട്ടിൽ കൊടുത്താൽ ഇപ്പോൾ നമ്മളിപ്പോൾ റേസിന് പോകുമ്പോൾ നമ്മൾ കാല് കൊടുക്കുമ്പോൾ വണ്ടി ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ കയറണം. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ ഒറിജിനൽ ക്രോളേഴ്സ് നമ്മൾ ക്രോൾ ചെയ്യുന്ന വണ്ടികൾക്കകത്തുള്ള സെയിം സിസ്റ്റം തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ചില വണ്ടികൾക്കകത്ത് ഫ്രണ്ട് ബാക്ക് ഡിഫറൻഷ്യൽ ലോക്സ് ഉണ്ടാവും. പിന്നെ കട്ടിംഗ് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ കട്ടിംഗ് ബ്രേക്ക് തന്നെയാണ് നമുക്ക് ഡിഗ് ലോക്ക് എന്ന് പറയും. പിന്നെ ടങ് ടേൺ എന്നും പറഞ്ഞിട്ട് വേറെ ചില വണ്ടിക്കകത്ത് യൂസ് ചെയ്യുന്ന ടേമുകളുണ്ട്. സോ ഇതെല്ലാം റിയൽ വണ്ടിക്കകത്തുള്ള പോലെ തന്നെയാണ് ഇതിനകത്ത്. ഹൈ ലോ ഗിയേഴ്സ് ഉണ്ടാവും. അതിലുള്ള സെയിം സാധനം തന്നെ ഇത് പക്ഷേ ചെറുതാണെന്നേ ഉള്ളൂ. പക്ഷേ ഐഡിയാസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഈ വിഞ്ച് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ സെയിം ആയിരിക്കും. സോ അത് നമ്മൾ ഓഫ് റോഡ് ശരിക്കും ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കുഞ്ഞു ക്രോളേഴ്സൊക്കെ ഓടിക്കുമ്പോൾ അവർക്കത് കണക്റ്റ്, അവർക്ക് ഫീൽ ആവും. ഇതാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് കാർ എന്ന് പറയുന്നത് ട്രാക്സിസ് എക്സ്മാക്സ്. ഓൾമോസ്റ്റ് ഒരു 3 വർഷമായി ഈ വണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, സസ്പെൻഷൻ കണ്ട, ഓയിൽ ഫിൽഡ് സസ്പെൻഷനാണ്. സോ ഇത് നമ്മൾ ഈ പറഞ്ഞ പ്രോഗ്രാമുകൾക്ക്, ഇവൻറ്റുകൾക്കൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് കേട്ടോ. നമ്മൾ RC ഷോയ്ക്കൊക്കെ കൊണ്ടുപോകും. ഈ RC RX എന്നുള്ളൊരു പേര് ഞാൻ ഇടാനുള്ളൊരു കാരണമുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. സോ RC എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോ കൺട്രോൾ കാർസ് ആണ് ഉദ്ദേശമാണ് ഇട്ടത്. ഈ RX എന്ന് പറയുന്നത് എനിക്ക് 2 സ്ട്രോക്ക് ഭ്രാന്തുണ്ടായിരുന്നു ഒരു കാലത്ത്. സോ ഒരുപാട് യമഹ, ഒരു 3-4 യമഹ ഉണ്ടായിരുന്നു. സോ 2 സ്ട്രോക്ക് ഭ്രാന്ത് മൂത്താണ് ഈ RX എന്നുള്ളൊരു പേര് ആക്ച്വലി ആ സമയത്ത്. അപ്പോൾ RC RX എന്നുള്ള പേര് മാത്രമുള്ളതാണ് യൂട്യൂബിൽ ആദ്യം. പിന്നാണ് ഞാൻ ഇൻസ്റ്റയിലുള്ള പേര് കണക്ക് തന്നെ യൂട്യൂബിലേക്ക് ആക്കി. സോ ഇതൊക്കെ 2 സ്ട്രോക്ക് പെട്രോൾ RC കാർസാണ്. സോ 2 സ്ട്രോക്കിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി കേൾക്കുമ്പോൾ മനസ്സിലാവും. EMIക്കും സുസുക്കിക്കും ഒക്കെ ഉള്ള പഴയ വണ്ടികളാണ്. അതേ സെയിം സിസ്റ്റം തന്നെയാണ് കാർബറേറ്റർ വരുന്ന 2 സ്ട്രോക്ക് പെട്രോൾ വണ്ടിയാണ്. അത്യാവശ്യം ഒരു 10-14 കിലോ വെയിറ്റ് വരും. 32 cc എഞ്ചിനാണ് ഇരിക്കുന്നത്. സോ വെടിയും പുകയാണ് സാധനം. കയ്യിൽ നിന്ന് പോയാൽ ഇടിച്ചാൽ ആകെ വിഷയമാണ്. സോ അതുകൊണ്ട് ഇവരൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കുന്നത്. ഫുൾ സ്റ്റാർട്ടറാണല്ലേ, ഫുൾ സ്റ്റാർട്ടർ യൂസ് ചെയ്തിട്ടാണ് ഇവനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 2 സ്ട്രോക്ക് വണ്ടികളാണ് കേട്ടോ ഇതൊക്കെ. ഇതാണ് ക്രോളേഴ്സ് എന്ന് പറയും, RC ക്രോളേഴ്സ്. നമുക്ക് ട്രയൽ റൺസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രോളേഴ്സാണ്. സോ ഇതെല്ലാം ട്രാക്സിസ് ബ്രാൻഡാണ്. ഇതൊരു ക്രോളറാണ്. സോ ഇതിൻ്റെ അത് കണ്ടില്ലേ, 4 വീൽ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട്. അതിനോട് താരം ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് കേട്ടോ. നമുക്ക് ലക്ഷങ്ങളുടെ വണ്ടി മാത്രമല്ല, കുട്ടികൾക്കുള്ളത് ഇതുപോലത്തെ ടാങ്ക്. ഇതൊരു അടിപൊളി സാധനമാണ് കേട്ടോ. ഇതുണ്ടാ, ഇതാണ് എക്സ്കവേറ്റർ. കിട്ടില്ലെന്ന് വെച്ചാൽ കിടുക്കാച്ചി ഐറ്റമാണ്. ഇതാണ് നമ്മുടെ എക്സ്കവേറ്റർ. ഓൾമോസ്റ്റ് ഒരു 3 കിലോ അടുപ്പിച്ച് വെയിറ്റ് ഉണ്ടാവും. നല്ല സ്ട്രോങ് സാധനമാണ് കേട്ടോ. ഇപ്പോൾ എഞ്ചിനീയറും ഡോക്ടർമാരും മാത്രമല്ല, നമുക്ക് പല ഫീൽഡിലേക്ക് ആളെ വേണം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു മേഖലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റിപ്പയർ ചെയ്യാനും ഇതിൻ്റെ സർവീസ് പ്രോപ്പറായിട്ട് ചെയ്യാനും ഇതിൻ്റെ ടെക്നിക്കലി അറിയാവുന്ന ആൾക്കാർ വളരെ കുറവാണ്. സോ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് കണ്ണു മുമ്പിൽ. ഇതെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഒരു കമ്പനി പ്രോപ്പറായിട്ട് ഇന്ത്യയിലില്ല. സോ ഇതെല്ലാം ഓപ്പർച്യൂണിറ്റിയാണ്. റേസ് എന്ന് പറയുന്നൊരു സംഭവം ചെറിയൊരു കാര്യമല്ല. നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ എനിക്കൊന്ന് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഇത്രയും 50,000 ഒക്കെ വന്ന് ഇത്രയും വലിയൊരു ക്യാഷ് പ്രൈസിൽ ഒരു RC റേസ് വരുന്നത്. സോ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾ വന്ന് വണ്ടി ഓടിച്ചാൽ 50,000 രൂപ ഫസ്റ്റ് പ്രൈസ് കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല. അത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. സോ നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ 1-1.5 ലക്ഷത്തിൻ്റെയൊക്കെ വലിയ ബഗ്ഗി റേസിൽ കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. സോ പിള്ളേരെ വീട്ടിൽ ഇരുത്തി TV കാണിക്കാതെ, നിങ്ങൾ ഫുൾ ടൈം ഫോണിൽ നോക്കിയിരിക്കാതെ പുറത്തോട്ടിറങ്ങി ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. കുറച്ച് എക്സ്പെൻസീവാണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷേ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് പുറത്ത് പോയി റേസ് ചെയ്യാം നല്ല വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ഇതുപോലെ ഉണ്ടല്ലേ, നമുക്ക് ഇതൊരു ബിസിനസ് ആക്കാം, ഒരു പ്രൊഫഷനിലേക്ക് മാറാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പുതിയ ആൾക്കാരെല്ലാം ഇതിലേക്ക് ഇറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫോറിൻ രാജ്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലും GCC ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും
അങ്ങനത്തുള്ള ആൾക്കാരാണ് കൂടുതലും ഈ ഒരു മേഖലയിലുള്ളത്. അവർക്ക് കാര്യങ്ങളറിയാം. അപ്പം നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ മനസ്സിലായി വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇപ്പോഴും ചില വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൽ വളരെ മോശം കമൻസൊക്കെ വരും. പക്ഷേ അത് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു കാറല്ലേ, ഒരു കുഞ്ഞു കാറ് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്നാണ് ചോദിക്കുന്നത്. എൻ്റർടൈൻമെൻറ്റ്, നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ് മെയിനായിട്ടുള്ളത്. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലിയിൽ നിൽക്കുന്ന ഒരാൾ ഈ സാധനം വല്ലപ്പോഴും ഒന്ന് ഓടിക്കുമ്പോഴായിരിക്കും അവൻ്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആവുക. നമ്മൾ ട്രിപ്പ് പോകുന്നത്, വണ്ടി ഓടിക്കുന്നത് ഒക്കെ നമ്മുടെ റിലാക്സേഷന് വേണ്ടിയിട്ടാണ്. അതുപോലൊരു സാധനം തന്നെയാണ് ഇതും. അത് ആദ്യം അക്സെപ്റ്റ് ചെയ്താൽ അല്ലേ.